അക്കാലഘട്ടത്തിൽ മഹാനായ ശൈഖുനായെ പലവിധ പ്രകോപനങ്ങളെ കൊണ്ടും പ്രലോഭനങ്ങളെ കൊണ്ടും അത്തരം കാര്യങ്ങളിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ പലരും ശ്രമിച്ചിട്ടുണ്ടെങ്കിലും ആ സമയത്തെല്ലാം ചെങ്കൂറ്റോടുകൂടി ഒറ്റയാൻ പട്ടാളമായി അത്തരം ആളുകളെ നേരിട്ടുകൊണ്ട് തന്നെ വിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാമിന്റെ ആ യഥാർത്ഥ വിശ്വാസത്തെ ഇവിടെ കാത്തുസൂക്ഷിക്കാൻ മഹാനായ ശൈഖുന ചെയ്തിരിക്കുന്ന സേവനം വളരെ നിസ്തുല്യമായ സേവനമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. നാം മനസ്സിലാക്കേണ്ടുന്ന പ്രധാനപ്പെട്ട ഒരു വിഷയം, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു പണ്ഡിതന് നൽകിയിരിക്കുന്ന ആദരവും ആ പണ്ഡിതന്റെ ഉത്തരവാദിത്തവും എന്തായിരുന്നോ ആ ഉത്തരവാദിത്തങ്ങൾ കൃത്യമായി നിർവഹിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ റഹ്മത്തിലേക്ക് മടങ്ങിയവരാണ് ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ. അതുപോലെ തന്നെ ഒരു പണ്ഡിതന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്തൊരു സവിശേഷതയാണോ പറഞ്ഞിരിക്കുന്നത് ആ സവിശേഷതയും പൂർണ്ണമായി അള്ളാഹുവിൻ്റെ തൗഫീഖോടുകൂടി ഉൾക്കൊള്ളാൻ സാധിക്കുകയും ചെയ്ത മഹാനാണ് ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ പണ്ഡിതന്റെ പ്രാധാന്യവും ആ പണ്ഡിതൻ നിർവഹിക്കേണ്ടുന്ന ഉത്തരവാദിത്തവും എന്താണെന്ന് വിശുദ്ധ ഖുർആനിലൂടെ പറയുന്നുണ്ട്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ് ഇലാഹ് എന്ന തൗഹീദ്. ആ തൗഹീദിന്റെ യഥാർത്ഥ രൂപം, അതിൻ്റെ സാക്ഷി ആവുക എന്നത് ഒരു പണ്ഡിതന്റെ ഉത്തരവാദിത്തമാണ്. അതേക്കുറിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിരിക്കുന്നത്, ഷഹിദല്ലാഹു അന്നഹു ലാ ഇലാഹ ഇല്ലാഹു വൽ മലായികത്തു വ ഉലുൽ ഇൽമി ഖായിമൻ ബിൽ ഖിസ്ത് എന്ന അല്ലാഹുവിൻ്റെ തിരുവചനത്തിലൂടെ അല്ലാഹു പറഞ്ഞു തരുന്നത്. ഈ ലോകത്തെ സൃഷ്ടിച്ച അല്ലാഹു, നമ്മുടെ ഒക്കെ സൃഷ്ടാവായ അല്ലാഹു, ആ അല്ലാഹു മാത്രമാണ് ഇബാദത്തിന് അർഹൻ എന്ന ആ തൗഹീദിന് ഈ ലോകത്തുള്ള സാക്ഷി ഒന്ന് അല്ലാഹു തന്നെയാണ്. രണ്ടാമത്തെ സാക്ഷി അല്ലാഹുവിൻ്റെ മലക്കുകളാണ്. മൂന്നാമത്തെ സാക്ഷി പണ്ഡിതന്മാരാണെന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു പണ്ഡിതന്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം അള്ളാഹുവിൻ്റെ തൗഹീദ് അതിൻ്റെ യഥാർത്ഥ രൂപത്തിൽ മനസ്സിലാക്കുകയും അതനുസരിച്ച് ഈ സമൂഹത്തെ ബോധവൽക്കരിക്കുകയും ചെയ്യുക എന്നത് ഒരു പണ്ഡിതന്റെ ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തം അള്ളാഹുവിൻ്റെ തൗഫീഖോടുകൂടി കൃത്യമായി നിർവഹിച്ചുകൊണ്ടാണ് ഈ ലോകത്തോട് മഹാനായ ശംസുൽ ഉലമ വിട പറഞ്ഞിട്ടുള്ളത്. പരിശുദ്ധമാക്കപ്പെട്ട തൗഹീദ്, ആ തൗഹീദിന്റെ ഒരു യഥാർത്ഥ രൂപം എന്ന് പറയുന്നത് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച തൗഹീദ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്ത് പഠിപ്പിച്ച തൗഹീദ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സച്ചിതരായ സ്വഹാബത്തിന്റെ പിൻഗാമികളായ താബിഈങ്ങൾ പഠിപ്പിച്ച തൗഹീദ്, ആ തൗഹീദ് അഹ്ലുസുന്നത്തി വൽ ജമാഅയുടെ തൗഹീദാണ്. ആ അഹ്ലുസുന്നത്തി വൽ ജമാഅയുടെ തൗഹീദാണ് മഹാനായ ശംസുൽ ഉലമ ജീവിതാന്ത്യം വരെ ഈ സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ളത്. ആ തൗഹീദിന്റെ പഠിപ്പിക്കുകയും മാത്രമല്ല, ആ തൗഹീദിന്റെ വിശ്വാസികളും വക്താക്കളും പ്രവക്താക്കളും അതിന്റെ പ്രചാരകരുമായ 10,000-കണക്കിന് ശിഷ്യഗണങ്ങളെ ഇവിടെ വാർത്തിവിടുകയും ആ ശിഷ്യഗണങ്ങൾ ഇന്നും ലോകത്തിന്റെ നാനാഭാഗങ്ങളിലൂടെ അള്ളാഹുവിന്റെ പരിശുദ്ധമാക്കപ്പെട്ട യഥാർത്ഥമായ തൗഹീദ് പഠിപ്പിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട് എന്നതാണ് വസ്തുത. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹുവിന്റെ പണ്ഡിതന്മാർക്ക് നൽകിയിരിക്കുന്ന ഉത്തരവാദിത്തം, മഹാനായ ശൈഖുന ആ ഉത്തരവാദിത്തവും അതിനോട് അനുബന്ധമായ വിശുദ്ധ ഇസ്ലാം നിഷ്കർഷിക്കുന്ന, വിശുദ്ധ ഇസ്ലാം കൽപ്പിക്കുന്ന
എല്ലാവിധ സൽക്കർമ്മങ്ങളുടെയും യഥാർത്ഥ വിശ്വാസങ്ങളുടെയും യഥാർത്ഥ പ്രചാരകനായിട്ടായിരുന്നു മഹാനായ ശൈഖുന ഇവിടെ ജീവിക്കുകയും ഇവിടെ പ്രബോധനം ചെയ്യുകയും ചെയ്തിട്ടുള്ളത്. യഥാർത്ഥ വിശ്വാസം എന്ന് പറഞ്ഞാൽ സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസമാണ്. സുന്നത്ത് ജമാഅത്തിന്റെ അഖീദയാണ് യഥാർത്ഥമായ വിശ്വാസം. ആ വിശ്വാസം ഒരിക്കലും തന്നെ തവസ്സുലിന് എതിരല്ല. ആ വിശ്വാസം ഖബർ സിയാറത്തിന് എതിരല്ല. ആ വിശ്വാസത്തിൽ അധിഷ്ഠിതമായ ഒരുപാട് സൽക്കർമ്മങ്ങൾ ദുഷ്കർമ്മമാണെന്ന് ആരെങ്കിലും തെറ്റിദ്ധരിച്ചു പറയുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒരിക്കലും തന്നെ അസ്വീകാര്യമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. അങ്ങനെയുള്ള യഥാർത്ഥമായ തൗഹീദ്, ആ തൗഹീദിൽ അധിഷ്ഠിതമായ വിശ്വാസങ്ങളൊക്കെ മഹാനായ ശൈഖുന ശംസുൽ ഉലമയാണ് ഈ സമൂഹത്തിന് അതിന്റെ യഥാർത്ഥ രൂപത്തിൽ പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അതിന് എതിരിൽ വരുന്ന എല്ലാവിധ ദുഷ്ശക്തികളെയും മഹാനായ ശംസുൽ ഉലമ നേരിട്ടിരുന്നു. അതിൽ പ്രധാനപ്പെട്ട ഒരു വിഷയമായിരുന്നു ക്രിസ്ത്യാനികളുടെ പ്രചരണങ്ങളും ക്രിസ്ത്യാനികളുടെ കള്ളപ്രചരണങ്ങളും ഉണ്ടായ ഒരു കാലഘട്ടം. ആ കാലഘട്ടത്തിൽ യഥാർത്ഥമായ തൗഹീദ് സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുത്തു. വിശുദ്ധ ഇസ്ലാമിന്റെ യഥാർത്ഥമായ വിശ്വാസം കൃത്യമായി പഠിപ്പിച്ചു കൊടുക്കുക മാത്രമല്ല, അതിന് എതിരിൽ വന്നിരിക്കുന്ന സർവശക്തികളെയും പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ ഉപയോഗിച്ചുകൊണ്ടും അവരുടെ വേദഗ്രന്ഥങ്ങൾ ഉപയോഗിച്ചുകൊണ്ടും അവരെയൊക്കെ നിഷ്പ്രഭമാക്കി പരാജയപ്പെടുത്തി പരിശുദ്ധമാക്കപ്പെട്ട വിശുദ്ധ ഇസ്ലാമിന്റെ വിശ്വാസങ്ങൾ കാലിക പ്രസക്തമാണ് എന്ന് ലോകത്തിന് മുമ്പ് തുറന്ന് പറഞ്ഞു കൊടുക്കുകയും ചെയ്തുകൊണ്ട് ഈ സമൂഹത്തിന്റെ വിശ്വാസത്തെ കാത്തുസൂക്ഷിക്കാൻ മഹാനായ ശൈഖുന ചെയ്തിരിക്കുന്ന ഏറ്റവും വലിയ ത്യാഗങ്ങൾ ഈ സമൂഹം തിരിച്ചറിഞ്ഞിട്ടുണ്ടാകും. അക്കാലഘട്ടത്തിൽ മഹാനായ ശൈഖുനായെ പലവിധ പ്രകോപനങ്ങളെ കൊണ്ടും പ്രലോഭനങ്ങളെ കൊണ്ടും അത്തരം കാര്യങ്ങളിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ പലരും ശ്രമിച്ചിട്ടുണ്ടെങ്കിലും ആ സമയത്തെല്ലാം ചെങ്കൂറ്റോടുകൂടി ഒറ്റയാൻ പട്ടാളമായി അത്തരം ആളുകളെ നേരിട്ടുകൊണ്ട് തന്നെ വിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാമിന്റെ ആ യഥാർത്ഥ വിശ്വാസത്തെ ഇവിടെ കാത്തുസൂക്ഷിക്കാൻ മഹാനായ ശൈഖുന ചെയ്തിരിക്കുന്ന സേവനം വളരെ നിസ്തുല്യമായ സേവനമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. അന്നെങ്ങാനും ശൈഖുന സടകുടഞ്ഞെഴുന്നേറ്റ് ഈ ദുഷ്ടശക്തികളെ നേരിട്ടില്ലായിരുന്നുവെങ്കിൽ ഇവിടെ നടമാടാൻ പോകുന്നത് വലിയ ഗൗരവമുള്ളതും ഗുരുതരവുമായ വിശ്വാസ ചാഞ്ചല്യമായിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. ആ സന്ദർഭത്തിൽ മഹാനായ ശൈഖുന ശംസുൽ ഉലമയെയാണ് എല്ലാവരും ആശ്രയിച്ചിരിക്കുന്നത്. ഞാൻ തുറന്നു പറയട്ടെ, മഞ്ചേരി എന്ന് പറയുന്ന സ്ഥലത്ത് അതിന്റെ ചില കിഴക്കൻ ഭാഗങ്ങളിൽ ചില ക്രിസ്ത്യൻ മിഷനറികൾ മുസ്ലിം വീടുകളിൽ കയറി അവരുടെ വിശ്വാസത്തിന് ചില അങ്കലാൽപ്പുണ്ടാക്കിയപ്പോൾ, അവിടെ ഒരു വലിയ ഭീഷണിയായി നേരിട്ടപ്പോൾ ഇതിനെ തടയിടാൻ എന്ത് മാർഗമുണ്ട് എന്ന് അക്കാലത്തുള്ള സർവ്വ മുസ്ലിം നേതാക്കളും ആലോചിച്ചപ്പോൾ അവരെല്ലാവരും ഒറ്റ സ്വരത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യം, ഈ വിഷയത്തെ നേരിടണമെങ്കിൽ ഇന്ന് കേരളത്തിൽ എന്ന് മാത്രമല്ല ലോകത്ത് തന്നെ ഒരേ ഒരു വ്യക്തിയേ ഉള്ളൂ. ആ വ്യക്തി ശംസുൽ ഉലമ ഇ.കെ. അബൂബക്കർ മുസ്ലിയാർ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകളാണെന്ന് ഏകസ്വരത്തിൽ അവർ എല്ലാവരും സമ്മതിക്കുകയും വെള്ളിമാട് കുന്നിലെ വീട്ടിൽ വിശ്രമിക്കുന്ന ബഹുമാനപ്പെട്ട ശൈഖുനായുടെ അടുക്കൽ വിവിധ സംഘടനകളുടെ നേതാക്കന്മാരെല്ലാം ഓടിയെത്തിക്കൊണ്ട് ഈ ഭീഷണിയെ നേരിട്ടുകൊണ്ട് ഞങ്ങളെ രക്ഷപ്പെടുത്തണമെന്ന് പറഞ്ഞപ്പോൾ മഹാനായ ശൈഖുന പറഞ്ഞത്, ഞാൻ അത് നേരിട്ടുകൊള്ളാം, ഞാൻ അതിനെ ശരിയാക്കിക്കൊള്ളാം എന്ന് പറഞ്ഞ് സധൈര്യം മുന്നോട്ട് വന്നുകൊണ്ട് മഹാനായ ശൈഖുന ആ വിഷയം ഏറ്റെടുക്കുകയും 2 ദിവസം കൊണ്ട് മഹാനായ ശൈഖുന അത്തരം വാദഗതികൾക്കരെയും എല്ലാവരെയും നിഷ്പ്രഭമാക്കി വിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാമിന്റെ യഥാർത്ഥമായ വിശ്വാസം എന്തുമാത്രം കാലിക പ്രസക്തമാണ് എന്ന് തെളിയിച്ചു കൊടുത്തിരിക്കുന്ന മഹാസംഭവം നിങ്ങൾക്കൊരുപക്ഷെ ഓർമ്മയുണ്ടാകും. 980-82 കാലത്ത് നടന്ന ഈ വലിയ കോളിളക്കം സൃഷ്ടിച്ചിരിക്കുന്ന
ഈ സന്ദർഭത്തിൽ ഈ ഉമ്മത്തിന്റെ വിശ്വാസത്തെ രക്ഷപ്പെടുത്തുന്നതിൽ അമൂല്യമായ പങ്കുവഹിച്ച മഹാൻ ഒറ്റേ ഒരാളാണ് മഹാനായ ശൈഖുനാ ശംസുൽ ഉലമ. ശംസുൽ ഉലമ അന്ന് നേരിട്ടില്ലായിരുന്നുവെങ്കിൽ ഇവിടെ ഗുരുതരമായ വിശ്വാസ ചാഞ്ചല്യം ഉണ്ടാകും എന്ന കാര്യത്തിൽ സംശയമില്ല. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ യഥാർത്ഥ തൗഹീദിന്റെ വക്താവും പ്രോക്താക്കും സംരക്ഷകനുമായി ജീവിക്കുകയും അതിലൂടെ ഈ സമൂഹത്തെ വഴി നടത്തുകയും ചെയ്തുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിരിക്കുന്ന ഉത്തരവാദിത്തം കൃത്യമായി നിർവഹിച്ച മഹാനാണ് മഹാനായ ശൈഖുനാ ശംസുൽ ഉലമ. അതോടൊപ്പം തന്നെ മഹാനായ ശൈഖുനാ ശംസുൽ ഉലമയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ ബഹുമാനപ്പെട്ട KK മുഹമ്മദ് ദാരിമി ഉസ്താദ് ഇവിടെ പറഞ്ഞത്. മഹാന്മാരായ അള്ളാഹുവിന്റെ അമ്പിയാക്കന്മാർക്ക് എന്തെങ്കിലും പോറലേൽക്കുന്ന വിധത്തിലുള്ള ഒരു വ്യാഖ്യാനത്തെയും ഒരു ചരിത്രത്തെയും ഒരു കെട്ടുകഥകളെയും മഹാനായ ശൈഖുനാ ശംസുൽ ഉലമ ശക്തമായി എതിർക്കുകയും അതിനെ ഒക്കെ നിഷ്പ്രഭമാക്കുകയും ചെയ്തിരിക്കുന്ന ഒരുപാട് സംഭവങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്താണ് അതിന്റെ പിന്നിലുള്ള കാര്യം? അല്ലാഹു സുബ്ഹാനഹു വ തആല ബഹുമാനിച്ച് ആദരിച്ച മഹത്തുക്കളാണ് അള്ളാഹുവിന്റെ അമ്പിയാക്കന്മാർ. ആ അമ്പിയാക്കന്മാർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്മത്ത് എന്ന പാപ സുരക്ഷിതത്വം നൽകിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ അൽ ഹൈതമി തങ്ങൾ തന്റെ തുഹ്ഫയുടെ 1-ാം വാള്യത്തിന്റെ ആമുഖത്തിൽ തന്നെ മഹാന്മാരായ അമ്പിയാക്കന്മാർക്ക് ഉണ്ടായിരിക്കേണ്ടുന്ന സവിശേഷതകൾ പറയുന്ന കൂട്ടത്തിൽ വളരെ കൃത്യമായി പറഞ്ഞിരിക്കുന്ന ഒരു സവിശേഷതയാണ് മഅസൂമുൻ, അള്ളാഹുവിന്റെ പ്രവാചകന്മാർ പാപ സുരക്ഷിതരാണ്. വലൗ സഗീറൻ, അത് ചെറിയ പാപമായിരുന്നാലും അള്ളാഹുവിന്റെ അമ്പിയാക്കന്മാരിൽ നിന്ന് സംഭവിക്കുകയില്ല. വലൗ സഹ്വൻ, മറന്നുകൊണ്ടും സംഭവിക്കുകയില്ല. ഖബിലൻ നുബുവത്തി, നുബുവത്ത് എന്ന് പറയുന്ന ആ പ്രവാചകത്വ പദവി കിട്ടുന്നതിന്റെ മുമ്പ് പോലും ബഹുമാനപ്പെട്ട അള്ളാഹുവിന്റെ അമ്പിയാക്കന്മാരിൽ നിന്ന് ഒരു ചെറിയ പാപം പോലും മറന്നിട്ട് പോലും സംഭവിക്കുകയില്ല. ഇതാണ് പരിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാമിന്റെ യഥാർത്ഥ വിശ്വാസം. എന്നു മാത്രമല്ല, മഹാനായ ഇബ്നു ഹജർ അൽ ഹൈതമി തങ്ങൾ ഈ വിഷയത്തെ സംബന്ധിച്ച്, പ്രിയപ്പെട്ടവരെ, നമ്മുടെ ആണുങ്ങളുടെ ഭാഗത്തേക്ക് ഒരു ബക്കറ്റ് വരുന്നുണ്ട്. എല്ലാവരും സഹകരിക്കണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു സദഖ സ്വീകരിക്കുമാറാവട്ടെ. മഹാനായ ഇബ്നു ഹജർ അൽ ഹൈതമി തങ്ങൾ ഈ വിഷയത്തിന്റെ ചർച്ചയിൽ അവസാനം പറയുന്നുണ്ട്, വവഖഅ ഫീ ബഅദി കുതുബിത് തവാരീഖ് വത്തഫ്സീർ മാ യുനാഫി മാ ദകർനാഹു മിനശ് ശുറൂത്ത് ഫഹുവ തഖവ്വുലുൻ ലാ അസ്ല ലഹു ഫവജബ ഇഅ്തിഖാദു ഖിലാഫിഹി. മഹാനായ ഇബ്നു ഹജർ അൽ ഹൈതമി തങ്ങൾ പറയുന്നു, അള്ളാഹുവിന്റെ അമ്പിയാക്കന്മാരുടെ ഇസ്മത്തിൽ സംശയിക്കുന്ന വിധത്തിൽ ഏതെങ്കിലും ചരിത്ര പുസ്തകങ്ങളിലോ ഏതെങ്കിലും ലഘുലേഖകളിലോ ഏതെങ്കിലും ഖിസ്സയുടെയോ വ്യാഖ്യാനത്തിന്റെയോ ഗ്രന്ഥങ്ങളിൽ എവിടെയെങ്കിലും നിങ്ങൾ കണ്ടുപോയാൽ ഫഹുവ തഖവ്വലുൻ ലാ അസ്ല ലഹു, ഒരു അടിസ്ഥാനവുമില്ലാത്ത ജൽപ്പനങ്ങൾ മാത്രമാണത്. അത് ഒരിക്കലും നിങ്ങൾ വിശ്വസിക്കരുത്. ഫവജബ ഇഅ്തിഖാദു ഖിലാഫിഹി, ആ പറഞ്ഞതിന്റെ നേരെ വിപരീതം നിങ്ങൾ വിശ്വസിക്കൽ നിർബന്ധമാണെന്ന് വരെ മഹാനായ ഇബ്നു ഹജർ അൽ ഹൈതമി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ പ്രവാചകന്മാർക്ക് അള്ളാഹു നൽകിയിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു സവിശേഷതയാണ് അവരിൽ നിന്ന് ഒരു കാലത്തും ഒരു തെറ്റും സംഭവിക്കുകയില്ല. ചെറുദോഷം പോലും സംഭവിക്കുകയില്ല. മറന്നിട്ട് പോലും സംഭവിക്കുകയില്ല. അവർക്ക് നുബുവത്ത് കിട്ടുന്നതിന്റെ, അഥവാ 40 വയസ്സിലാണ് നുബുവത്ത് പമ്പയാക്കന്മാർക്ക് കൊടുത്തിരിക്കുന്നത്. ആ 40 വയസ്സിന്റെ മുമ്പ് അവർ പ്രസവിച്ചത് മുതൽ അവർ മരണം വരെ അവരിൽ നിന്ന് ഒരു തെറ്റും ചെറുതായിട്ടെങ്കിലും മറന്നിട്ടായെങ്കിലും അവർക്ക് സംഭവിക്കുകയില്ല എന്നതാണ് പരിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാമിന്റെ യഥാർത്ഥ വിശ്വാസം. ആ വിശ്വാസത്തിനെ ശക്തിപ്പെടുത്താനും ആ വിശ്വാസമാണ് യഥാർത്ഥ വിശ്വാസമെന്ന് സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുക്കാനും ആഴത്തിൽ പഠിച്ചു മനസ്സിലാക്കിക്കൊണ്ട് മഹാനായ ശൈഖുനാ ശംസുൽ ഉലമ ആ വിഷയം കൃത്യമായി അവരുടെ ശിഷ്യഗണങ്ങൾക്കും അതുപോലെ തന്നെ അവരുമായി ബന്ധപ്പെടുന്നവർക്കും പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്.
ഞാൻ ഓർക്കുകയാണ് 1982 കണ്ണൂർ ജില്ലാ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ആഭിമുഖ്യത്തിൽ ഒരു വലിയ ശരീഅത്ത് ഒരു വലിയ ക്ലാസ് നടക്കുകയുണ്ടായി. ആ ശരീഅത്തിന്റെ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടും ത്വരീഖത്തുമായി ബന്ധപ്പെട്ട ഒരു ക്ലാസ് ആയിരുന്നു ആ ക്ലാസ്. ആ ക്ലാസ്സിന് നേതൃത്വം കൊടുത്തത് മഹാനായ ശൈഖുനാ ശംസുൽ ഉലമയാവുന്നു. ആ ക്ലാസ്സിൽ സംബന്ധിച്ചവരാരൊക്കെയാണെന്നറിയുമോ? അന്ന് കണ്ണൂർ ജില്ലയിൽ മാത്രമല്ല കേരളത്തിന്റെ നാനാഭാഗങ്ങളിലുമുള്ള കിടയറ്റ പണ്ഡിതന്മാരായ മഹത്തുക്കളായ നേതാക്കളാണ്. E.K. ഹസൻ മുസ്ലിയാർ ആ ക്ലാസ്സിലുണ്ടായിരുന്നു. നമുക്കൊക്കെ പരിചിതനായ A.P. അബൂബക്കർ മുസ്ലിയാർ ഉണ്ടായിരുന്നു. മഹാനായ ഉള്ളാളം സയ്യിദ് അബ്ദുറഹ്മാൻ കുഞ്ഞിത്തുക്കോയത്തങ്ങൾ അവറുകളുണ്ടായിരുന്നു. M.A. അബ്ദുൽ ഖാദർ മുസ്ലിയാരുണ്ടായിരുന്നു. കൂടാളി മൂസ മുസ്ലിയാരുണ്ടായിരുന്നു. ചിത്താരി ഹംസ മുസ്ലിയാരുണ്ടായിരുന്നു. എൻ്റെ വന്യപിതാവായ കൊയ്യോട് മൊഹീദ്ദീൻ കുട്ടി മുസ്ലിയാരുണ്ടായിരുന്നു. ഇങ്ങനൊരു വലിയ നിര തന്നെ, പണ്ഡിതന്മാരുടെ വലിയ സംഘം തന്നെ ആ ക്ലാസ് മഹാനായ ശൈഖുനയുടെ ക്ലാസ് കേൾക്കാൻ വേണ്ടി അവിടെ തടിച്ചുകൂടിയിരുന്നു. ചാലാട് ജുമാ മസ്ജിദിന്റെ മുകളിൽ വെച്ച് മഹാനായ ശൈഖുനാ ശംസുൽ ഉലമ ഉച്ചക്ക് ഭക്ഷണം കഴിഞ്ഞതിന് ശേഷം ഇവരെല്ലാവരെയും ഇരുത്തിക്കൊണ്ട് ക്ലാസ് ആരംഭിക്കുമ്പോൾ ശൈഖുനായുടെ പ്രധാനപ്പെട്ട വിഷയം തന്നെ മഹാന്മാരായ അള്ളാഹുവിന്റെ അമ്പിയാക്കന്മാരുടെ ഇസ്മത്തിനെ സ്ഥിരപ്പെടുത്തിക്കൊണ്ടുള്ള ക്ലാസ് ആയിരുന്നു. ആ ക്ലാസ് ഘനഗംഭീരമായിരുന്നു എന്ന് മാത്രമല്ല, ആ കൂടിയിരിക്കുന്ന ഉലമാക്കളൊക്കെ അത്ഭുത പരതന്ത്രരായി മഹാനായ ശൈഖുനാക്ക് ഈ വിധത്തിൽ അവതരിപ്പിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇൽഹാം വഴി കൊടുത്തതായിരിക്കും എന്ന് അവരൊക്കെ സമ്മതിക്കത്തക്ക രൂപത്തിലായിരുന്നു മഹാനായ ശൈഖുനാ ശംസുൽ ഉലമയുടെ അവതരണമുണ്ടായത്. അതോടൊപ്പം തന്നെ ക്രിസ്ത്യൻ ബൈബിൾ അതിൻ്റെ പഴയ നിയമങ്ങളും പുതിയ നിയമങ്ങളും വായിച്ച് കേൾപ്പിച്ചുകൊണ്ട് അതിലടങ്ങിയിരിക്കുന്ന അബദ്ധങ്ങളും അതിലടങ്ങിയിരിക്കുന്ന തിരിമറികളുമെല്ലാം വളരെ കൃത്യമായി പഠിപ്പിച്ചു കൊടുത്തുകൊണ്ട് വിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാമിൻ്റെ കാലിക പ്രസക്തിയെ വിശ്വാസദാർഢ്യതയെ ശരിക്ക് മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്തിരിക്കുകയാണ്. അങ്ങനെ ഞാൻ പറഞ്ഞു വരുന്നത് മഹാനായ ശൈഖുനാ ശംസുൽ ഉലമക്ക് അള്ളാഹു നൽകിയിരിക്കുന്ന ഉത്തരവാദിത്തം, ആ ഉത്തരവാദിത്തം വളരെ കൃത്യമായി നിർവഹിച്ചുകൊണ്ട് ഈ സമൂഹത്തിന്റെ വിശ്വാസത്തെ കാത്തു സൂക്ഷിക്കാൻ മഹാനായ ശൈഖുനാ ചെയ്തിരിക്കുന്ന ത്യാഗോജ്ജലമായ പ്രവർത്തനങ്ങൾ ലോകം എപ്പോഴും സ്മരിക്കും എന്ന് മാത്രമല്ല, ഖിയാമത്ത് നാളിൽ മഹാനായ ശൈഖുനാ ശംസുൽ ഉലമക്ക് ഈ പരിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാമിനെ നിലനിർത്തുന്നതിൽ സഹിച്ച ആ ത്യാഗത്തിന് അള്ളാഹു പ്രതിഫലം കൊടുക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല മഹാനായ ശൈഖുനാ ശംസുൽ ഉലമയുടെ പരലോക ദറജ അള്ളാഹു ഉയർത്തി കൊടുക്കുമാറാവട്ടെ. മഹാനവറുകളുടെ ഇൽമു കൊണ്ട് അനുഭവിക്കാനും ഉപകരിക്കാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അങ്ങനെയുള്ള മഹാനായ ശൈഖുനാ അള്ളാഹുവിന്റെ അമ്പിയാക്കന്മാരെ വളരെ സൂക്ഷിക്കണമെന്നും അവർക്ക് ഒരിക്കലും ഒരു ഇസ്മത്തും ഒരു വിധത്തിലുള്ള പോറലും ഏൽക്കാൻ പാടില്ല, അതിന് വഴിവെച്ച് കൊടുക്കരുത് എന്ന് സമൂഹത്തിന് പറഞ്ഞു കൊടുക്കുക മാത്രമല്ല, അള്ളാഹു ബഹുമാനിച്ച സർവരെയും ബഹുമാനിക്കണമെന്ന് പഠിപ്പിച്ച മഹാനാണ് ബഹുമാനപ്പെട്ട ശൈഖുനാ ശംസുൽ ഉലമ. അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരോട് ശൈഖുനാ കാണിക്കുന്ന ആദരവ് നമുക്കൊക്കെ അറിയാം. ശൈഖുനാ ശംസുൽ ഉലമ ഒരു വലിയന്റെ മഖാമിലെത്തിക്കഴിഞ്ഞാൽ ആ വലിയനോട് അഭിസംബോധനം ചെയ്യുന്നതും ആ വലിയനോട് നേരിട്ട് സംസാരിക്കുന്നതുമൊക്കെ നമുക്കറിയാനും കേൾക്കാനും സാധിച്ചിട്ടുണ്ട്. മഹാനായ ശൈഖുനാ ശംസുൽ ഉലമ ബഹുമാനപ്പെട്ട കണ്ണൂരിലെ മൂലാ തങ്ങളുടെ മഖാമിൽ വന്നു കഴിഞ്ഞാൽ മഹാനായ ശൈഖുനാ നേരിട്ട് അഭിമുഖമായിട്ട് പറയുന്നത് പോലെ മഹാനായ ശൈഖുനാ അവിടെ സംസാരിക്കുന്നത് പലപ്പോഴും എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. എൻ്റെ വന്യപിതാവിന് അസുഖം ബാധിച്ചപ്പോൾ മഹാനായ ശൈഖുനാ ഫോണിലൂടെ വിളിച്ചിട്ട് വീട്ടിൽ വന്നപ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞത്, നീ രാവിലെ തന്നെ ബഹുമാനപ്പെട്ട മൗലാ മഖാമിൻ്റെ അടുക്കലേക്ക് പിതാവിനെയും കൂട്ടി പോകണം. ഞാൻ അവിടെ പറഞ്ഞിട്ടുണ്ടെന്നാ പറഞ്ഞത്. ഞാൻ തങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് നാളെ തന്നെ കൂട്ടിപ്പോകണം എന്ന് പറഞ്ഞു. നമ്മുടെ ശൈഖുനായുടെ ശിഷ്യനും ശൈഖുനായുടെ ഖാദിമും അതുപോലെ തന്നെ എൻ്റെ വാപ്പയുടെ
ഖാദിമും എന്ന് പറയത്തക്ക വിധത്തിലുള്ള ആത്മസുഹൃത്തുമായ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ജനാബ് CK മാണിയൂർ വരികയും ഞങ്ങൾ രണ്ടാളുപേരും കൂടി മഹാനായ മൗലാ മഖാമിലേക്ക് ബഹുമാനപ്പെട്ട എൻ്റെ പിതാവിനെ കൂട്ടിക്കൊണ്ടുപോവുകയും അവിടെ വെച്ച് സിയാറത്ത് ചെയ്യുകയും അവിടെ വെച്ച് സങ്കടങ്ങൾ പറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്രമാത്രം അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരോട് വലിയ ആത്മീയ ബന്ധം സ്ഥാപിച്ചിരിക്കുന്ന മഹാനാണ് ബഹുമാനപ്പെട്ട ശൈഖുനാ ശംസുൽ ഉലമ. കോഴിക്കോട് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സമ്മേളനം നടക്കുന്ന അവസരത്തിൽ ബഹുമാനപ്പെട്ട ശൈഖുനാ സമ്മേളനത്തിലേക്ക് വരുന്നതിന് മുമ്പായി ബഹുമാനപ്പെട്ട ശംസുദ്ദീൻ അബിൽ വഫാ ശംസുദ്ദീൻ മുഹമ്മദ് ബിൻ അലാഉദ്ദീൻ അൽ ഹിംസി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് എന്ന മഹാനായ ബഹുമാനപ്പെട്ട ശൈഖ് അവറുകളെ അഥവാ അപ്പവാണിബ നേർച്ച നടക്കുന്ന നമ്മുടെ ദാറുസ്സലാമിൻ്റെ ഒരു അഭയകേന്ദ്രവും കൂടിയായ ബഹുമാനപ്പെട്ട മഖാമിൽ ചെന്നുകൊണ്ട് മഹാനായ ശൈഖുന അവരോട് പറയും, ഞാൻ ഇതാ സമ്മേളനത്തിന് പോവുകയാണ്, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സമ്മേളനത്തിന് ഞാൻ പോവുകയാണ്. അത് വിജയിക്കണം, ഒരു പ്രയാസവുമില്ലാതെ അത് സമാപിക്കണം എന്ന് അവിടുന്ന് എനിക്ക് പൊരുത്തം തരണം, ഞാൻ അവിടത്തേക്ക് പോവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവിടുത്തെ പൊരുത്തം വാങ്ങിയിട്ടാണ് മഹാനായ ശൈഖുനാ ശംസുൽ ഉലമ ആ സമ്മേളനങ്ങളിലൊക്കെ പങ്കെടുക്കാറുണ്ടായിരുന്നത്. അങ്ങനെ അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരുമായി ആത്മീയ ബന്ധം സ്ഥാപിക്കുന്നു. മഹാനായ മുത്തുപ്പാട്ട വലിയുമായി വളരെ ആത്മീയമായ ബന്ധം സ്ഥാപിക്കുകയും മുത്തുപ്പാട്ട വലിയിന് വേണ്ടി പ്രത്യേകമായ മദ്ഹ് ഗാനം ഉണ്ടാക്കിയവരുമാണ് ബഹുമാനപ്പെട്ട ശൈഖുനാ ശംസുൽ ഉലമ. അങ്ങനെ മഹത്തുക്കളോടുള്ള ആദരവ് ഏറ്റവും വലുതാണ്. അള്ളാഹുവിൻ്റെ അമ്പിയാക്കന്മാരായിരുന്നാലും അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരായിരുന്നാലും ആദരിക്കേണ്ടുന്നവരെ ആദരിക്കണമെന്ന് പഠിപ്പിച്ച മഹാനാണ് ശൈഖുനാ ശംസുൽ ഉലമ. സാദാത്യങ്ങളോട് വലിയ ബഹുമാനമായിരുന്നു മഹാനായ ശൈഖുനാക്കുണ്ടായിരുന്നത്. സാദാത്യങ്ങളെ കാണുന്ന അവസരത്തിൽ അവർക്ക് വേണ്ടി എഴുന്നേറ്റ് നിൽക്കുകയും അവരുടെ കൈ പിടിച്ച് ചുംബിക്കുകയും ചെയ്യുന്ന ഏറ്റവും നല്ല ഒരു സവിശേഷത നമുക്ക് പഠിപ്പിച്ചു തന്നത് ബഹുമാനപ്പെട്ട ശൈഖുനാ ശംസുൽ ഉലമയാണ്. മഹാനായ ശൈഖുനാ ശംസുൽ ഉലമ നേരത്തെ ഇവിടെ നമുക്ക് പറഞ്ഞു തന്നില്ലേ, 70ാം വാർഷിക സമ്മേളനത്തിൽ മഹാനായ ശൈഖുനാ ശംസുൽ ഉലമ പ്രസംഗിച്ച് ആ പ്രസംഗത്തിന്റെ സ്റ്റേജിൽ നിന്ന് ദുആ ചെയ്ത് മഹാനായ ശൈഖുനാ ശംസുൽ ഉലമ സ്റ്റേജിൽ നിന്ന് ഇറങ്ങി കാറിൽ കയറിയിരിക്കുകയാണ്. കാറിൽ കയറി ഇരുന്നപ്പോൾ മഹാനായ ശൈഖുനാ ശംസുൽ ഉലമ പറഞ്ഞു, പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ സ്റ്റേജിലുണ്ടായിരുന്നല്ലോ, അദ്ദേഹം എവിടെ എന്ന് ചോദിച്ചു. അദ്ദേഹം സ്റ്റേജിൽ നിന്ന് ഇറങ്ങി വരുന്നുണ്ട് എന്ന് പറഞ്ഞു. എന്നാൽ മഹാനായ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ കാറ് എൻ്റെ മുമ്പിൽ പോകണം, എൻ്റെ കാറിന്റെ പിന്നിൽ മഹാനായ ശിഹാബ് തങ്ങളുടെ കാറ് പോകാൻ പാടില്ല, മഹാനവറുകളുടെ കാറ് പോയതിന്റെ ശേഷമേ എൻ്റെ കാറ് വിടാൻ പാടുള്ളൂ എന്ന് ഡ്രൈവറോട് പറയുന്നത് 2 ചെവിട് കൊണ്ടും കേൾക്കുകയും ഒട്ടേറെ ആളുകൾ അതിന് സാക്ഷിയുമാണ്. അങ്ങനെ അള്ളാഹുവിൻ്റെ സാദാത്യങ്ങൾ അസ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്തതികളെ സ്നേഹിക്കുകയും ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യണം. അത് നമ്മുടെ ഈമാനിന്റെ ശക്തിയാണ്, ഈമാനിന്റെ ശക്തിക്കത് കാരണമാണ് എന്ന് നമുക്ക് പഠിപ്പിച്ചു തന്നത് മഹാനായ ശൈഖുനാ ശംസുൽ ഉലമയാണ്. ആ ശംസുൽ ഉലമ യഥാർത്ഥമായ വിശ്വാസങ്ങളും യഥാർത്ഥമായ കർമ്മങ്ങളും ഈ സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുത്തുകൊണ്ട് ഒരു പണ്ഡിതന്റെ ഉത്തരവാദിത്വം കൃത്യമായി നിർവഹിച്ചു. അതേതുപോലെ പരിശുദ്ധരായ അള്ളാഹുവിന്റെ അമ്പിയാക്കന്മാർ പ്രവർത്തിച്ചതുപോലെ. കാരണം അള്ളാഹുവിന്റെ അമ്പിയാക്കന്മാരുടെ അനന്തരനാണ് പണ്ഡിതൻ എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്, അൽ ഉലമാഉ വറസത്തുൽ അംബിയാ, അമ്പിയാക്കന്മാരുടെ അനന്തരന്മാരാണ് പണ്ഡിതന്മാർ എന്ന്. ആ അനന്തരം അഥവാ ആ വിറാസത്ത് പൂർണ്ണമായി അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിരിക്കുന്ന മഹാനാണ് മഹാനായ ശംസുൽ ഉലമ. ശംസുൽ ഉലമയുടെ സ്വഭാവങ്ങളും ശംസുൽ ഉലമയുടെ വിശ്വാസങ്ങളും ശംസുൽ ഉലമയുടെ സവിശേഷതകളും ഒക്കെ പരിശോധിച്ചാൽ എന്ന് മാത്രമല്ല ശംസുൽ ഉലമയുടെ പ്രബോധന രീതിയും നമുക്ക്
ശംസുൽ ഉലമയുടെ പ്രബോധന രീതിയും നാം പഠിക്കുകയാണെങ്കിൽ മഹാനായ ശംസുൽ ഉലമയുടെ പ്രബോധന രീതി മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ എങ്ങനെയാണോ പരിശുദ്ധമാക്കപ്പെട്ട് ഇസ്ലാമിനെ പ്രബോധനം ചെയ്തത്, ആ പ്രബോധനത്തിന്റെ വഴി പിന്തുടർന്നുകൊണ്ടാണ് മഹാനായ ശൈഖുനാ ശംസുൽ ഉലമ ഈ ലോകത്ത് ഇസ്ലാമിന്റെ പ്രബോധനം നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഹദീസിൽ പറയപ്പെട്ടിരിക്കുന്ന സവിശേഷതയും പരിശുദ്ധ ഖുർആനിൽ പറയപ്പെട്ടിരിക്കുന്ന സവിശേഷതയും ഒത്തിണങ്ങിയ ഒരു മഹാപണ്ഡിതനാണ്, ഏറ്റവും വലിയ പണ്ഡിതനാണ് മഹാനായ ശംസുൽ ഉലമ. ആ ശംസുൽ ഉലമയാണ് നമുക്ക് സുന്നത്ത് ജമാഅത്ത് കാണിച്ചിരിക്കുന്നത്. ആ ശംസുൽ ഉലമയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സാരഥിയായി നീണ്ട വർഷക്കാലം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെ വളരെ അധികം നല്ല നിലയിൽ മുന്നോട്ട് കൊണ്ടുപോയത്. ആ ശംസുൽ ഉലമ കാണിച്ചു തന്ന യഥാർത്ഥമായ സുന്നത്ത് ജമാഅത്തിന്റെ ആ മാർഗം ഈ സമൂഹത്തിൽ പ്രചരിപ്പിക്കുക എന്ന വലിയ ഉത്തരവാദിത്വം നിർവഹിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ തൗഫീഖോടുകൂടി 100 വർഷം പൂർത്തിയാക്കുന്ന നമ്മുടെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഇൻഷാ അല്ലാഹ് 2026 കാസർഗോഡ് ജില്ലയിലെ കുണിയ എന്ന് പറയുന്ന സ്ഥലത്ത് ഫെബ്രുവരി 4, 5, 6, 7, 8 തീയതികളിൽ ഒരു മഹാസംഗമം നടക്കുകയാണ്. ഒരു മഹാസംഗമം എന്നുദ്ദേശിക്കുന്നത് വലിയൊരു ആൾക്കൂട്ടം എന്ന് മാത്രമല്ല, ഈ രാജ്യത്ത് വിശുദ്ധമാക്കപ്പെട്ട സുന്നത്ത് ജമാഅത്തിന്റെ ആ വിശ്വാസ ആചാരങ്ങളെ കൂടുതൽ ശക്തിപ്പെടുത്താനുള്ള ഒട്ടേറെ പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ട് ഈ സമൂഹത്തിന് അനിവാര്യമായ ഒട്ടേറെ പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ട് ഒരു വലിയ സംഗമം കേരളത്തിൽ മാത്രമല്ല അത് നടക്കുന്നത്, ഒരു അന്താരാഷ്ട്ര സമ്മേളനമായിട്ടാണ് നമ്മുടെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ 100ാം വാർഷികം നടക്കുന്നത്. കാരണം ഇന്ന് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ മാത്രം ഒതുങ്ങുന്ന സംഘടനയല്ല. ഇന്ന് ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ ബഹുമാനപ്പെട്ട സമസ്തയെ അനുഭവിക്കുന്നവരും സമസ്തയെ അതിന്റെ ഫലങ്ങൾ സിദ്ധിക്കുന്നവരും ഇന്ന് ലോകത്തിന്റെ നാനാഭാഗങ്ങളിലുണ്ട്. അമേരിക്കയിലുണ്ട്, ആഫ്രിക്കയിലുണ്ട്, ജർമ്മനിയിലുണ്ട്. അങ്ങനെ പാശ്ചാത്യ നാടുകളിൽ സമസ്തയുടെ മക്കളുണ്ട്. അവർക്ക് സമസ്തയുടേതായ വിദ്യാഭ്യാസ പദ്ധതികൾ അവർ അനുഭവിക്കുന്നുണ്ട്. ഇങ്ങനെ ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ വ്യാപിച്ചു കിടക്കുന്ന ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അള്ളാഹുവിന്റെ തൗഫീഖോടുകൂടി ഒരർത്ഥത്തിൽ പറഞ്ഞാൽ അത് സമസ്ത ലോക ജംഇയ്യത്തുൽ ഉലമ എന്ന പദവിയിലേക്ക് ബഹുമാനപ്പെട്ട സമസ്ത ഉയർന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെ 100ാം വാർഷികം അന്താരാഷ്ട്ര മഹാസമ്മേളനമായിട്ടാണ് ആചരിക്കാൻ പോകുന്നത്. അതിൽ ലക്ഷങ്ങൾ പങ്കെടുക്കുന്നു. അവിടെ പ്രധാനപ്പെട്ട പ്രാർത്ഥനകൾ ഉണ്ടാകുന്നു, അവിടെ ദിക്റുകൾ ഉണ്ടാകുന്നു. ആ സദസ്സിൽ ഒരുപാട് അള്ളാഹുവിന്റെ ഔലിയാക്കന്മാർ സംബന്ധിക്കുന്നു. ആ ഔലിയാക്കന്മാരുടെ സാന്നിധ്യത്തിൽ വെച്ച് അവരുടെ പ്രാർത്ഥനയും ബഹുമാനപ്പെട്ട സാദാത്യങ്ങളുടെ പ്രാർത്ഥനയും ആ സാദാത്യങ്ങളുടെ സാന്നിധ്യവും നമുക്കവിടെ അനുഭവപ്പെടുകയാണ്. എന്തുകൊണ്ടും അനുഗ്രഹീതമായ ഒരു മഹാസംഗമമാണ് അവിടെ നടക്കുന്നത്. ആ സംഗമത്തിൽ കണ്ണിയാവാൻ നിങ്ങൾ ഓരോരുത്തരും വളരെ അധികം ശ്രദ്ധിച്ചുകൊണ്ട് അതിൽ പങ്കെടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നതോടൊപ്പം ഈ സമ്മേളനം ഞാൻ പറഞ്ഞില്ലേ, ഒട്ടേറെ ഈ സമുദായത്തിന് അനിവാര്യമായ ആവശ്യമായ ഒരുപാട് പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ടാണ് ബഹുമാനപ്പെട്ട സമസ്തയുടെ 100ാം വാർഷികം ആഘോഷിക്കുന്നത്. ആ പദ്ധതികളൊക്കെ ഇവിടെ നടപ്പിലാക്കണമെങ്കിൽ കോടികളുടെ ആവശ്യമുണ്ടാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഒരു വലിയ ഗ്രൗണ്ടിങ് ഫണ്ട്, ഒരു വലിയ ഫണ്ടിങ് അഥവാ വലിയൊരു ഫണ്ട് ശേഖരണം നടത്താൻ ഉദ്ദേശിക്കുകയും അതിന്റെ ഭാഗമായി തഹിയ്യ എന്ന പേരിൽ ഒരു പുതിയ ആപ്പ് ഉണ്ടാക്കുകയും ആ ആപ്പിലൂടെ നിങ്ങളുടെ വിലയേറിയ സംഭാവനകൾ സ്വീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. മഹാനായ സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ, സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ തുടങ്ങിയവർ തുടക്കം കുറിച്ചിരിക്കുന്ന ആ പരിശുദ്ധമാക്കപ്പെട്ട ഫണ്ട് പൂർണ്ണാർത്ഥത്തിൽ വിജയിപ്പിക്കാൻ നിങ്ങളെല്ലാവരും സഹകരിക്കുകയും എല്ലാവരും അതിനോട് സഹായിച്ചുകൊണ്ട് മുന്നോട്ട് വരണമെന്ന് സാന്ദർഭികമായി ഉണർത്തിക്കൊണ്ട് നിങ്ങളെല്ലാവരെയും സമ്മേളനത്തിലേക്ക് സാദരം ക്ഷണിച്ചുകൊണ്ടും നിങ്ങളോടൊക്കെ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അർഹമുർ റഹീമീനായ റബ്ബുൽ ഇസ്സത്തായ അല്ലാഹ്, ഈ സംഗമത്തെ നീ സ്വീകരിക്കണേ അല്ലാഹ്.